ആണവധാരണയിലെത്തിയാൽ ഇറാനെതിരായ ഉപരോധം അവസാനിപ്പിക്കാമെന്ന് അമേരിക്ക. നിർണായക വിഷയങ്ങളിൽ 2 ദിവസത്തിനകം തീരുമാനമുണ്ടാകണമെന്ന് ഇറാന് നിർദ്ദേശം നൽകിയതായും സൂചന. അതേസമയം ന്യായവും സമഗ്രവുമായ ധാരണയ്ക്കായിരിക്കണം ചർച്ചകളെന്ന ഇറാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. ഐസൻ ജോസ് ചേരുകയാണ് വിശദാംശങ്ങളുമായി. ഐസൻ, ഇങ്ങനെ ഒരുപാട് പ്രതികരണങ്ങൾ വരുന്നുണ്ട്, മറുപ്രതികരണം വരുന്നുണ്ട്. സമാധാനം ഇപ്പോഴും ഒരു കിട്ടാക്കനിയായി മാറുകയാണോ പശ്ചിമേഷ്യ? സമാധാനത്തിലേക്ക് നീങ്ങുന്നു കാര്യങ്ങളെന്ന് പ്രതീക്ഷിക്കാവുന്ന ചില സംഭവവികാസങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇന്ന് രാവിലെ മാർക്കോ റൂബിയോയുടെ പ്രതികരണമായാലും അതുപോലെ തന്നെ മറ്റു പ്രതികരണങ്ങളായാലും UN-നെ ഇടപെടുത്താനുള്ള നീക്കങ്ങളായാലും അത്തരത്തിലൊരു ഒരു സംഭവവികാസങ്ങളാണ് ഉണ്ടാകുന്നത്. എങ്കിൽ കൂടി ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കൃത്യതയില്ലാത്ത ചില നിലപാടുകൾ ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഗൗരവതരമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ആണവധാരണയിലെത്തിയാൽ ഇറാനെതിരായ ഉപരോധം പിൻവലിക്കാമെന്നൊരു നിലപാട് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വരുന്നത്. ഇത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം ഇപ്പോഴും വൈറ്റ് ഹൗസിൽ നിന്നും വന്നിട്ടില്ല എങ്കിൽ കൂടി അത് സംബന്ധിച്ച് വിശ്വസിക്കാവുന്ന കേന്ദ്രങ്ങളിൽ നിന്നെല്ലാം തന്നെ ലഭ്യമായ വിവരങ്ങളനുസരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളും അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളെല്ലാം തന്നെ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വതന്ത്രമായ രീതിയിൽ ഈ കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്താനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇറാൻ്റെ ആണവധാരണയിൽ ഇറാൻ എത്തുകയാണെങ്കിൽ ഉപരോധം ഒഴിവാക്കാമെന്നും മറ്റൊരു നിർണായക ഇടപെടൽ കൂടി അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഇറാൻ്റെ ഫണ്ടുകളുണ്ട്. പല സമയങ്ങളിലായി ഉപരോധത്തിൻ്റെ പശ്ചാത്തലത്തിൽ പല രാജ്യങ്ങളിലായി ഇറാന് നൽകേണ്ട ഫണ്ടുകളെല്ലാം തന്നെ അല്ലെങ്കിൽ അവർ കെട്ടിക്കിടക്കുന്ന ഇറാൻ ഫണ്ട് എന്ന് പറയുന്ന ആ മുഴുവൻ തുകയും ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാമെന്നതാണ്. അത് വിവിധ രാജ്യങ്ങളിൽ, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ അത്തരത്തിൽ ഫണ്ടുണ്ട്. അത് ഫ്രോസൺ ഫണ്ട് എന്ന രീതിയിൽ അല്ലെങ്കിൽ ഫ്രോസൺ അസറ്റ് എന്ന രീതിയിൽ ലോകം മുഴുവനും എല്ലാ രാജ്യങ്ങൾക്കും സ്വാഭാവികമായി ഉണ്ടാകുന്നത് ഫ്രോസൺ അസറ്റ് എന്ന രീതിയിലാണ് ഇപ്പോൾ ഇറാൻ്റെ അവസ്ഥകളെല്ലാം തന്നെ ഉള്ളത്. അതെല്ലാം തന്നെ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാമെന്നും അമേരിക്ക ഉറപ്പ് നൽകിയതായും അറിയാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇറാൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായൊരു മറുപടി ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് സമഗ്രവും ന്യായവുമായ ഇടപെടൽ ഉണ്ടാവണമെന്നാണ് അബ്ബാസ് അറാഖ്ചി അറിയിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഔദ്യോഗികമായി തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ആ പ്രതികരണം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോർമൂസിലെ ഗതാഗതം ഹോർമൂസ് തുറക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന ഒരു ആവശ്യവും ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിന് ഒട്ടൊക്കെ ഇറാൻ തയ്യാറാണ്, അല്ലെങ്കിൽ അതിന് ആ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാമെന്ന നിലപാട് തന്നെയാണ് സ്വീകരിക്കുകയും ചെയ്യുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇത്തരം വിവരങ്ങളെല്ലാം തന്നെ ക്രോഡീകരിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അനുമാനിക്കാനാവുന്നത്. ഐസൻ ജോസാണ് വിശദമായ വിലയിരുത്തൽ നൽകിയത്. ഇറാനെതിരായ സൈനിക നടപടി ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി അവസാനിച്ചതായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഡൊണാൾഡ് ട്രംപ് ഭരിക്കുന്ന അമേരിക്കയുടെ ഇച്ഛാശക്തി പരീക്ഷിക്കരുതെന്നും ഇറാനോട് US സ്റ്റേറ്റ് സെക്രട്ടറി വ്യക്തമാക്കി. ഹോർമൂസിലൂടെ മറ്റു രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് കടന്നുപോകാൻ സൗകര്യമൊരുക്കുന്ന പദ്ധതി നിർത്തിവെക്കുന്നതായി ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു.